എന്റെ ഈ നശിച്ച കൊടി എല്ലാത്തിനും കാരണം. സത്യത്തിന്റെ കൂടെ നിൽക്കേണ്ട കോടതി പോലും ഇപ്പൊ എന്റെ വാക്ക് വിശ്വസിക്കുന്നില്ല. കൊടിയന് സത്യമില്ല, നീതിയില്ല, ഇന്റഗ്രിറ്റി ഇല്ല, പുഴുത്ത പട്ടിക്ക് കിട്ടുന്ന ഡിഗ്നിറ്റി പോലും ഇല്ല. അതൊക്കെ മോണ്ടത്ത് എനിക്ക് മാറിയ ജീവിതം. ഈ ജഡ്ജിമാരുടെ ചങ്കിനുള്ളിൽ എന്നതാ സാറേ, കരിങ്കല്ലാണോ? നമ്മള് ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് എന്നത് ആരും കാണാത്തത്. നമ്മുടെ കരച്ചില് മാത്രം എന്താ ഒരു വിലയില്ലാത്തത്. കുടിയന്റെ കണ്ണീരിന് മാത്രമല്ല, അവന്റെ ജീവിതത്തിന് പോലും വിലയില്ല. അവൻ പറയുന്നതിനും ചെയ്യുന്നതിനൊന്നും ആരും ഒരു വിലയും കൽപ്പിക്കുകയല്ല. ചെന്ന് മോൻ കഴിട്ടു അവനെ. ചെല്ല്. ജോയി, കേസിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പോട്ടടാ, ബാബു സാർ ആ കടലാസിൽ ഒപ്പിട്ട് കൊടുത്തതല്ലേ പ്രശ്നമായത്. ഇനിയെങ്കിലും സാറിനോട് ഈ കുടിയൊന്ന് നിർത്താൻ പറ. വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് വാദിഭാഗത്തിന് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? യുവർ ഓണർ, ഈ കേസിൽ ഏറ്റവും റെലവന്റ് ആയ പോയിന്റാണ് പ്രൊഫസർ ബാബു ജോസഫ് എൽദോ കുന്നന്താനത്തിന് സൈൻ ചെയ്ത് നൽകിയിട്ടുള്ള എഗ്രിമെന്റ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ മിസ്റ്റർ ബാബു ജോസഫിന് അനുവാദം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ബാബു ജോസഫ്. മിലോഡ്, വീട് ബാറാക്കുകയും ബാർ വീടാക്കുകയും ചെയ്യുന്ന ഒരു ആൽക്കഹോളിക്കിന്റെ വാക്കുകൾക്ക് അത് അറിയിക്കുന്ന വിലയെ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുമെന്ന കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. ബ്രൂട്ടസ് പണ്ട് സീസറിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് ആംബിഷ്യസ് എന്ന വാക്കാണെങ്കിൽ ബഹുമാനപ്പെട്ട അയ്യർ സാറിനെ വിശേഷിപ്പിക്കുന്നത് ആൽക്കഹോളിക് എന്നാണ്. 101% ശരിയാണ്. ഐ ആം ഫുൾ ബ്ലോൺ ആൽക്കഹോളിക് മൈ ലോർഡ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അടിവരയിട്ട് ഉറപ്പിക്കാൻ ചില സാക്ഷിമൊഴികൾ കൂടി പരിഗണിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. മിലോഡ്, സ്വബോധമില്ലാത്തൊരു മുഴുക്കുടിയന്റെ മദ്യപാന മഹാത്മ്യം അറിയിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഒരുപാട് സമയം മെനക്കെടുത്തുന്നതിൽ അർത്ഥമില്ല. യുവർ ഓണർ, പാവാട എന്ന സിനിമ വീണ്ടും റിലീസ് ചെയ്താൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ മാനക്കേടല്ല എൻ്റെ പ്രൈം കൺസേൺ. സിസിലി വർഗീസ് എന്ന സ്ത്രീയുടെ അഭിമാനത്തിനേൽക്കുന്ന ക്ഷതമാണ് എൻ്റെ മുന്നിൽ നീറുന്ന പ്രശ്നം. മനസാക്ഷിയുള്ള ആരുടെ മുന്നിലെയും പ്രശ്നം. സിസിലി വർഗീസ് ഒരമ്മ കൂടിയാണ്. പെറ്റമ്മയുടെ മാനം തെരുവിൽ വലിച്ചിഴക്കപ്പെടുന്നത് കാണേണ്ടി വരുന്ന ഒരു മകന്റെ, അയാളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ ദയവുണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കും. ജോയി വർഗീസ്. മിലോഡ്, ഇന്റർവ്യൂൻ ചെയ്യാണെന്ന് കരുതരുത്. സ്വബോധമില്ലാത്തവർക്ക് കഥാപ്രസംഗം നടത്താനുള്ള വേദിയല്ല കോടതി എന്നതാണ് എന്റെ നിലപാട്. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഉറച്ചു നിൽക്കണം സാറേ. ബാബു സാറിന് ബോധമില്ലാന്ന് പറഞ്ഞാല് സാർ ഉറച്ചു തന്നെ നിൽക്കണം. ബോധമില്ലായ്മ ഒരു ബഹുമതിയല്ല. പിൻഭാഗത്തൊരാല് മുളച്ചാൽ അതൊരു തണലായിട്ട് കരുതുന്നത് നാണക്കേടിന്റെ ലക്ഷണമാണ് കുഞ്ഞേ. നാണക്കേടിന്റെ ആ മരം ബാബു സാറ് വെട്ടി. പുള്ളി കുടി നിർത്തി സാറേ. പാവാട ബാബു കുടി നിർത്തിയോ വിശുദ്ധനായോ എന്നതല്ല ഇവിടെ തർക്ക വിഷയം. നീ മാറ്റർക്ക് വേടാക്കണ്ട. പാവാട ബാബു പുണ്യാളച്ചനായോ ചത്ത ശവം ചെയ്യോ ഉയരുപോയ ഉടലോടെ മുകളിലോട്ട് എടുക്കുവോ ഇതൊന്നും അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയമെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ ചാരായത്തിൽ ഉപ്പിലിട്ട് വെച്ച ഒരു ഫ്ലാഷ് ബാക്ക് ചരിത്രമുണ്ട് പുള്ളിക്ക്.
അത് മാറ്റർ തന്നെ സാറേ. ബാബു സാർ ഒപ്പിട്ട ഉടമ്പടിയുടെ ഒരൊറ്റ ബലത്തിലാണല്ലോ എൽദോ സാറ് പരിയമ്പുറത്തിരുന്ന പാവാടയും പൊക്കി റീലോഡിങ്ങിന് ഇറങ്ങിയേക്കുന്നത്. മറവിരോഗം ആയതുകൊണ്ട് എൻ്റെ അമ്മച്ചി പറഞ്ഞതിനൊന്നും ഒരു വിലയും കൊടുക്കണ്ടെന്നല്ലേ സാറ് പറഞ്ഞേ. അങ്ങനെ അന്നേ വെളിവും വെള്ളിയാഴ്ചയില്ലാതെ നടക്കുന്ന ഒരു കുടിയൻ ബോധമില്ലാത്തപ്പോൾ ഇട്ട ഒരു ഒപ്പിന് എന്നാ വിലയാ സാറേ കൊടുക്കേണ്ടത്? വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ കക്കൂസിൽ വെച്ചേക്കുന്ന കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ ആ ഉടമ്പടിക്ക്. ഒപ്പിട്ട് കൊടുത്ത ആൾക്ക് വെളിവില്ലെന്നും എഗ്രിമെന്റ് വാലിഡ് അല്ലെന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞാ പോരാ. തെളിവ് വേണം, തെളിവ്. തട്ടുകട കുഞ്ഞുമോ മുതൽ ബാർ മാനേജർ വരെ പറഞ്ഞൊക്കെ പിന്നെ തെളിവല്ലാതെ വേറെ എന്നതാ സാറേ? പാലാപ്പള്ളിയിലെ പെരുന്നാൾ നിരത്തിയേക്കുന്ന ഡെക്കറേഷനാണോ? ഇനി ഇതൊന്നും പോരെങ്കിൽ കാട്ടുപറമ്പിൽ അച്ഛൻ ബാബു സാറിനെ കുത്തിവെച്ച് ചികിത്സിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട് വക്കീൽ സാറിന്റെ കയ്യിൽ. എവിടെ കാണിച്ചേ? അയ്യോ, കയ്യിൽ തരത്തില്ല. പണ്ട് മള്ളൂര് വക്കീല് വെടിയുണ്ട വിഴുങ്ങി കേസ് ജയിപ്പിച്ച ചരിത്രമുണ്ട്. തെളിവ് വെളിവുള്ളവരുടെ കൈ കൊടുത്തോളാം. മിലോഡ്, ദിസ് ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. വസ്തുതകളെ വളച്ചൊടിക്കാനുള്ള ഒരു മൂന്നാം കിട അടവ് മാത്രമാണിത്. അങ്ങനെ വളച്ചാൽ ഉടനെ ഒടിയുന്നതല്ല സാറേ സത്യം. എനിക്കത് മനസ്സിലായത് തട്ടുംപുറം ബാറേ വെച്ച. പറയാനുള്ള സമയം തരുമായിരുന്നേ എല്ലാവർക്കും കാര്യം പിടികിട്ടിയേനെ. പ്രൊസീഡ്. ബാബു സാർ ആ കടലാസിൽ ഒപ്പിട്ട് കൊടുത്തതല്ലേ പ്രശ്നമായത്? ഇപ്പൊ മൂക്കിലും വായിലും മാത്രമേ വെള്ളം കയറിയുള്ളൂ. മര്യാദക്ക് പറഞ്ഞില്ലേ 9 തൊളയെക്കൂടെ കേട്ടു തരാം ഞാൻ. പറയാം. അതെ, ഇത് 25,000 ഉണ്ട്. സർ. ഡോക്യുമെന്റിൽ ഒപ്പുമായിട്ട് വരുമ്പം ബാക്കി 75,000 കൂടെ തരാം. ബാറിലെ കണക്ക് മൊത്തം തീർക്കുന്നത് മാസാവസാനത്തിലായതുകൊണ്ട് ബാബു സാറ് എല്ലാ ദിവസവും സാർ ആ കടലാസിൽ ഒപ്പിട്ട് കൊടുത്തതല്ലേ പ്രശ്നമായത്? ഇപ്പൊ മൂക്കിലും വായിലും മാത്രമേ വെള്ളം കയറിയുള്ളൂ. മര്യാദക്ക് പറഞ്ഞില്ലേ 9 തൊളയെക്കൂടെ കേട്ടു തരാം ഞാൻ. പറയാം. അതെ, ഇത് 25,000 ഉണ്ട്. സർ. ഡോക്യുമെന്റിൽ ഒപ്പുമായിട്ട് വരുമ്പം ബാക്കി 75,000 കൂടെ തരാം. ബാറിലെ കണക്ക് മൊത്തം തീർക്കുന്നത് മാസാവസാനത്തിലായതുകൊണ്ട് ബാബു സാറ് എല്ലാ ദിവസവും ബില്ല് ഒപ്പിട്ട് തരാറാണല്ലോ പതിവ്. മാനേജർ, യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ. സർ, ബില്ല് ഒപ്പിന് ഒരുപാട് ഫിറ്റായിപ്പോ. ഒരു ദിവസം ഞാൻ സാറിൻ്റെ ഒപ്പ് വാങ്ങിയത് അവര് തന്ന മുദ്ര പേപ്പറിലായിരുന്നു. ചതിയാന്നറിയാമായിരുന്നു, പക്ഷെ 1,00,000 രൂപയെന്ന് കേട്ടപ്പോ പറ്റിപ്പോയി സാറേ. അത് നിന്റെ കുഴപ്പമല്ല സുനിയപ്പ. നിന്റെ അപ്പം ഉണ്ടാകുന്നതിന് 5 കൊല്ലം മുമ്പാ നീ ഉണ്ടായത്. പച്ച മലയാളത്തിൽ തന്നെ തന്തയ്ക്ക് പറക്കാത്തെന്ന് പറയും. തീർത്തേക്കട ഈ പന്നിയെ. ഒന്നുമില്ലേലും കുറെ നാൾ കള്ളൊഴിച്ച ഒന്നുമല്ലേ? അവന്റെ കയ്യിൽ നിന്ന് വല്ലതും വീഴുന്നതിന് മുന്നേ എണീറ്റ് പോടാ. പറ്റിപ്പോയി സാറേ, പൊറുക്കണം. എവിടെ വേണമെന്ന് തുറന്നു പറയാം. പൊറുക്കണം സാറേ, സത്യമായിട്ട് ഞാൻ എവിടെ വേണം തുറന്നു പറയാം. എന്നോട് പൊറുക്കണം സാറേ, പൊറുക്കണം. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണ് സാർ. വലിയ ബുദ്ധിയും പഠിപ്പൊന്നും ഇല്ലാത്തവനാ ഞാൻ. പക്ഷേ അതൊക്കെ ഒരുപാടുള്ളവർ കാരണം തൊലഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ പെട്ടവരാ ബാബു സാറും എൻ്റെ അമ്മച്ചിയൊക്കെ. എൻ്റെ അപ്പം കള്ളുവർക്ക് ചത്തപ്പോ ശവോടക്കിന് കൂടാൻ പോലും എൻ്റെ അമ്മച്ചിക്ക് പറ്റിയില്ല. സിമിത്തേരിയുടെ പുറകിലെ പൊന്തക്കാട്ടിൽ നിന്ന് ആരുടെയും കണ്ണീപ്പെടാതെ എത്തി നോക്കുന്ന എൻ്റെ അമ്മച്ചിയാ ഞാൻ അവസാനമായിട്ട് കണ്ടത്. എന്നെ തിരക്കി എൻ്റെ അമ്മച്ചി വരികയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആ നാണക്കേട് എൻ്റെ ജീവിതത്തിനേൽ ഒഴിഞ്ഞു പോട്ടെന്ന് കരുതി മനഃപൂർവ്വം വരാതിരുന്ന സാറേ. ഒത്തിരി കാലത്തിന് ശേഷം ഇപ്പോഴാ സാറേ എൻ്റെ അമ്മച്ചി എനിക്കൊന്ന് തിരിച്ചു കിട്ടിയത്. ഇനി എൻ്റെ അമ്മ നാണക്കേടിലോട്ട് തള്ളിയിടല്ലേ. തള്ളി താഴെ വീഴ്ച വെച്ച് വീണെടുത്തിട്ട് വീണ്ടും ചവിട്ടാൻ വരുമ്പോ ഗതിയില്ലാത്തവന് കർത്താവേ ഉള്ളൊരു പിടിവള്ളി.
പക്ഷേ തമ്പുരാൻ താഴേക്കിറങ്ങി വരത്തില്ലല്ലോ. അതുകൊണ്ട് ആ സ്ഥാനത്താ ഞാൻ കോടതിയെ കാണുന്നത്. ഇനി എന്റെ അമ്മയെ മാനം കെടുത്താൻ ആരെയും സമ്മതിക്കില്ല സാറേ. കൈവിടല്ല, ഞങ്ങളെ കൈവിടല്ല സാറേ. പാവാട എന്ന സിനിമ പുനർനിർമ്മിക്കുവാനുള്ള അവകാശം എൽദോ കുന്നന്താനം നേടിയെടുത്തത് നേരായ വഴിയിലൂടെയല്ലെന്ന സത്യം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രസ്തുത ചിത്രത്തെ സംബന്ധിക്കുന്ന എല്ലാ അവകാശങ്ങളും ബാബു ജോസഫിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെ ഈ സിനിമ വീണ്ടും പുറത്തിറക്കാനുള്ള ഏത് ശ്രമവും നിയമവിരുദ്ധമായിരിക്കുമെന്നും ഈ കോടതി ഇതിനാൽ വിധി എഴുതുന്നു. എന്തോ സാറേ, സാറേ, കേസിന്റെ കാര്യത്തില് സാറിന് ഞങ്ങളോട് വിരോധമൊന്നും തോന്നില്ലേ? വേറൊരു കാര്യം എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന ആളാ സാറ്. സിനിമ കാണുമെന്നല്ലാതെ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഉള്ള വിവരമൊക്കെ വെച്ച് ഞാനൊരു തിരക്കഥ റെഡിയാക്കിയിട്ടുണ്ട്. സാമ്പിളിന് ഒരു സീനയിലും കേട്ടേച്ച സാറൊരു അഭിപ്രായം പറയണം. അയ്യോ സാറേ, പറ്റത്തില്ലെന്ന് പറയരുത്. എൻ്റെ ഒരു അപേക്ഷയാ. ഈ സീനിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന എന്നാന്ന് വെച്ചാ ഈ കണ്ണി കൂടെ കെടുങ്ങാമണി പറക്കുന്ന ഒരു ഐറ്റമാ. അത് ഏതാണ്ട് ഇങ്ങനെ വരും. ഇത്രയിലും ഞാൻ ചെയ്തില്ലേ, ഞാൻ തള്ളയ്ക്ക് പറക്കാത്തവനായി പോകും. മുട്ടക്കട പൊട്ടിച്ച് കളഞ്ഞല്ലോടാ. പൊട്ടിയെങ്കിലെന്താ, എൽദോയുടെ അടുത്ത പടത്തിന് പേരായില്ലേ? എന്തുവാ? ബുൾസ്ഐ. എനിക്കൊരു തീരുമാനം പറയാനുണ്ട്. അമ്മ പറഞ്ഞായിരുന്നു കുടി നിർത്തിന്ന്. അമ്മയും പറഞ്ഞൊന്നുമല്ല, ഞാൻ പറയാൻ പോകുന്നത് എന്റെ തീരുമാനമാണ്. കാര്യം നീ പിണങ്ങിപ്പോയിട്ടും എനിക്ക് കുറെ ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട്. നീ അങ്ങനെ പോയതുകൊണ്ടാ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയത്. പക്ഷേ നീ എൻ്റെ തലയെ മീൻചട്ടി അടിച്ചിട്ട് പോയവളാ. അതിന് ഞാൻ തിരിച്ചടിച്ചില്ലേ, പിന്നെ ഞാൻ ആണാന്നും പറഞ്ഞ് നടക്കുന്ന എന്നാത്തിനടി. നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ? കഥ പറഞ്ഞു തീർന്നില്ല. എന്നാ പെട്ടെന്നൊന്ന് പറഞ്ഞു തൊലയ്ക്ക്. അല്ല പിന്നെ ആ അടി ഒരു 1.5 അടിയായിരുന്നു. ഒറ്റ അടിക്കാതെ ആശുപത്രി കയറ്റേണ്ടി വരും എന്ന് പറയുമ്പോ ഊഹിക്കാമല്ലോ.